കുമളി ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കാത്ത വകുപ്പാണ് വനംവകുപ്പ് എന്നും വേണ്ടിവന്നാൽ വനംവകുപ്പ് കുമളിയിൽ നടത്തുന്ന ടൂറിസം പദ്ധതികളിൽ സെസ് ഏർപ്പെടുത്തുമെന്നും കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസ് പറഞ്ഞു. വനംവകുപ്പിന്റെ നിസ്സഹകരണം തുടർന്നാൽ ഗ്രീൻ ചെക്ക് പോസ്റ്റ് അടക്കം പഞ്ചായത്ത് സ്ഥാപിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഗതാഗത സൗകര്യങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി പരിഹരിച്ചുകൊണ്ട് ആ പാർക്കിംഗ് ഗ്രൗണ്ട് കുമളിക്ക് ആവശ്യമായി നൽകാമെന്നുള്ള എഗ്രിമെന്റ് അന്നുണ്ടായിരുന്നു. ആ എഗ്രിമെന്റ് ഇവർ വയലേറ്റ് ചെയ്തു. അപ്പോൾ വനം വകുപ്പ് അന്ന് നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രണ്ട്, ആനമുച്ചാൽ മുതൽ തേക്കടി ബോട്ട് ലാൻഡിംഗ് വരെ അന്നുണ്ടായിരുന്ന ബസ് സർവീസുകളും വാഹനങ്ങളും പെട്രോൾ, ഡീസൽ മുതലായവയിൽ പ്രവർത്തിക്കുന്ന ആയതുകൊണ്ട് അവയെ അവിടുന്ന് മാറ്റി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇക്കോളജിക്കലായിട്ടുള്ള ഈ സർവൈവൽ ആവശ്യമായിട്ടുള്ള സംവിധാനം അവിടെ ബസ്സിന് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ബസ്സുകളും ഡീസൽ പെട്രോൾ ബേസിലുള്ളതാണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. വനം വകുപ്പ് കുമളിയിലെ ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കാത്ത ഒരു വകുപ്പാണ്. അതുകൊണ്ട് വനം വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു രേഖയും പഞ്ചായത്ത് നൽകാൻ സാധ്യമല്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പഞ്ചായത്ത് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ പഞ്ചായത്ത്, കുമളി ഗ്രാമപഞ്ചായത്ത് വനം വകുപ്പ് നടപ്പാക്കുന്ന മുഴുവൻ ടൂറിസം പദ്ധതികളിലും സെസ് ഏർപ്പെടുത്തുവാനും ഗ്രീൻ ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുവാനുമുള്ള നടപടികളിലേക്ക് പോകും എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.